സഞ്ചാരികളെ ആകർഷിച്ച് പുല്ലഴിപ്പാടം. തൃശൂർ നഗരത്തിൽ നിന്ന് വിളിപ്പാടകലെയുള്ള പാടം വ്യത്യസ്തമായ കൃഷികളാലും ശ്രദ്ധേയമാണ്. തൃശൂരിൽ നിന്ന് വിളിപ്പാടകലെ സൂര്യകാന്തിത്തോട്ടവും ഉള്ളിക്കൃഷിയും, ചുറ്റും പച്ചപ്പ്. കാണാം പുല്ലഴിയിലെ വിശേഷങ്ങൾ. തൃശൂർ നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരം മാത്രം വിശാലമായ പാടശേഖരം. പാടവരമ്പുകളിൽ പൂത്തുലഞ്ഞ് സൂര്യകാന്തിയും ജമന്തിയും ചെണ്ടുമല്ലിയും, ഒപ്പം വിവിധ ഇനങ്ങളിലുള്ള പച്ചക്കറികളും. ഇത്തവണ പക്ഷേ ശ്രദ്ധ നേടുന്നത് ഉള്ളിക്കൃഷിയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, ഇങ്ങ് തൃശൂരിലും മികച്ച രീതിയിൽ ഉള്ളി വിളവെടുക്കാമെന്നതിന്റെ ഉദാഹരണമാണ് പുല്ലഴിപ്പാടം. പാടവരമ്പിൽ പുല്ല് കയറാതിരിക്കാനും എലിശല്യം ഒഴിവാക്കാനും ഇത്തരം കൃഷി കൊണ്ട് സാധിക്കുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ഇത്തവണ ഉള്ളിക്കൃഷിയിൽ മികച്ച വിളവാണ് ലഭിച്ചതെന്ന് പുല്ലഴി കോൾപ്പടവ് സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ പറഞ്ഞു. ഇതിനെക്കുറിച്ച് പഠിക്കാനും നിരവധി കർഷകർ പുല്ലഴിയിലെത്തുന്നുണ്ടെന്ന് ഗോപിനാഥൻ പറയുന്നു. കർഷകർക്ക് ഒരു അധിക വരുമാനം എന്നുള്ള രീതിയിലാണ് ഉള്ളിക്കൃഷി, സൂര്യകാന്തി, തണ്ണിമത്തൻ അങ്ങനെയുള്ള പച്ചക്കറി കൃഷികൾ നമ്മൾ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി ഞങ്ങൾ പുല്ലഴി കോൾപ്പടവിൽ നടപ്പിലാക്കുന്നു. പക്ഷേ കൂടുതൽ കർഷകർ ഇതിനു വേണ്ടി രംഗത്ത് വരുന്നുണ്ട്. അതാണ് നമുക്കുള്ള ഏറ്റവും നല്ല ഒരു നേട്ടം. സൂര്യകാന്തി കൃഷി വിളവെടുപ്പിൽ ലഭിക്കുന്ന വിത്തിൽ നിന്നെടുക്കുന്ന എണ്ണ കർഷകന് അധിക വരുമാനമാണ്. ഉള്ളി, തക്കാളി, കപ്പലണ്ടി, മറ്റ് പച്ചക്കറികൾ എന്നിവ വാങ്ങാനും ആവശ്യക്കാരേറെ. പുല്ലഴിയുടെ ദൃശ്യചാരുത കേട്ടറിഞ്ഞ് എത്തുന്നവരും നിരവധി. പുല്ലഴി പകരുന്നത് കാർഷിക പാടം മാത്രമല്ല, ടൂറിസം സാധ്യതകളുടേത് കൂടിയാണ്. ഓരോ ദിവസവും നിരവധി സഞ്ചാരികളാണ് ഈ ചന്തം ആസ്വദിക്കാൻ പുല്ലഴിയിലേക്ക് എത്തുന്നത്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീണോടൊപ്പം മുകേഷ് ലാൽ.